പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവമാണ്. 3 മേഖലകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. 1, നിന്റെ ജീവിതത്തിൽ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടതിനെ സ്വർഗത്തിലെ ദൈവം മടക്കി തരും. 2, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ സ്വർഗത്തിലെ ദൈവം മടക്കി തരും. 3, നിന്റെ വഴിയിൽ നഷ്ടപ്പെട്ടതിനെ സർവശക്തനായ കർത്താവ് നിനക്ക് മടക്കി തരും. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ നമ്മൾ ഓർത്ത് ദുഃഖിക്കാറുണ്ട്. എന്നാൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, പണ്ടുള്ളവയെക്കുറിച്ച് നീ വിചാരപ്പെടേണ്ട, ഇതാ ഞാൻ നിനക്ക് പുതുതായിട്ടൊന്ന് നൽകുന്നു. പക്ഷേ ദൈവവചനം പഠിപ്പിക്കുന്നു, നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കുകയില്ല. അതായത് നീതീകരിക്കപ്പെട്ട ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട നന്മകളിൽ ദുഷ്ടന്റെ ചെങ്കോലുകൾ വെച്ച് നഷ്ടപ്പെടുത്തി ഇല്ലായ്മയാക്കി നശിപ്പിച്ചു കളയുന്നുവെങ്കിൽ ആ ദുഷ്ടന്റെ ചെങ്കോലിനെ സ്വർഗത്തിലെ ദൈവം ഒട്ടിച്ചു കളഞ്ഞ് നഷ്ടപ്പെടുത്തുമെന്നുള്ള മേഖലകളിൽ ആയിരിക്കുന്ന വിഷയത്തെ നഷ്ടപ്പെടുത്തത്തക്കവണ്ണം ദുഷ്ടൻ വെച്ചിരിക്കുന്ന ചെങ്കോൽ എന്തുവാണ്, അവൻ്റെ ആയുധം എന്തുവാണ്? അത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഒട്ടിച്ചു കളഞ്ഞ് നീ അനുഭവിക്കേണ്ട, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ മണ്ഡലത്തെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് സ്വർഗീയ ദൈവത്തിൻ്റെ വലങ്കരം നീട്ടി നിനക്കത് മടക്കിത്തരും. നിനക്കത് മടക്കി ലഭിക്കണമെങ്കിൽ നീ കാത്തിരുന്ന് പ്രത്യാശയോടെ വിശ്വാസത്തിൽ ഉറച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലായിരിക്കണം. ഒന്നാമതായി, വീട്ടിൽ നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടതിനെ സ്വർഗത്തിലെ ദൈവം നിനക്ക് മടക്കിത്തരും. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഈ വേദഭാഗം നമ്മൾ കേൾക്കുമ്പോഴും ആ വചനം കേൾക്കുമ്പോഴും നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു വചനഭാഗമാണ്. ആമേൻ. ആ വചനത്തിൽ ഇങ്ങനെയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. സ്തോത്രം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരാണോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, വീട്ടിൽ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ വീട്ടിനകത്തുള്ളവരുടെ മാനസാന്തരമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവസഭയിലും സ്വർഗീയ സഭയിലെ അംഗങ്ങളായി തീരുന്നവരാണ് സ്വർഗത്തിലെ അപ്പായിയുടെ ഭവനത്തിലെ മക്കളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വചനം കൂടെ ഞാൻ പങ്കുവയ്ക്കാം. ആ വചനത്തിൽ ഇങ്ങനെയാണ്, സ്തോത്രം, ആമേൻ. ആ വചനഭാഗം, ആമേൻ, സ്തോത്രം, ആമേൻ, 5:14. ഹല്ലേലൂയ. തിരുവചനത്തിൽ എഫെസ്യർ 5:14 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ വീട്ടിനകത്തുള്ളവരുടെ മാനസാന്തരമാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. നമ്മുടെ വീട്ടിൽ 5 പേരാണ്, ഒരു അംഗമുണ്ട്, അല്ലെങ്കിൽ 3 അംഗങ്ങളാണ്, 2 അംഗങ്ങളാണ്, 10 പേരാണ്. പക്ഷെ ഇതിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിച്ചവൻ്റെ ഹൃദയത്തിനകത്ത് ദൈവീക പ്രകാശമുണ്ടാകുകയും അവൻ ജീവനുള്ള ദൈവീക അംഗത്വമുള്ളവനായി തീരുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവർ, ആമേൻ, ഉറങ്ങുന്നവർ, അതാണ് പറയുന്നത്, ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ പ്രകാശിക്കും. അവരുടെ ജീവിതത്തിൽ ജീവനുണ്ടെന്ന് പേര് പറയുന്നുവെങ്കിലും അവരാത്മീകരായി മരിച്ചവരാണ്. അത് നമ്മുടെ ഭവനത്തിനകത്തുള്ള വ്യക്തികളെ ആണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത്.
സ്തോത്രം. മറ്റൊരു വാക്യത്തിൽ ഹല്ലേലൂയ ആമേൻ നമുക്ക് കൊലോസ്യർ ലേഖനം 2:13 അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. സ്തോത്രം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ മാനസാന്തരമാണ് ആമേൻ വീട്ടിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കോസ് വിശേഷം എഴുതിയിരിക്കുന്നത് ലൂക്കോസ് എന്ന വൈദ്യനായ ലൂക്കോസ് ആണ്. അദ്ദേഹം സ്തോത്രം വൈദ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ അറിയുകയും ദൈവത്തെ അറിയുവാനുള്ള ഭാഗ്യം കൊടുക്കുകയും തിരുവചനത്തിൻ്റെ 66 പുസ്തകത്തിൽ ലൂക്കോസ് വിശേഷം അപ്പോസ്തല പ്രവൃത്തി എഴുതുവാനുള്ള ദൈവിക ഭാഗ്യം ലൂക്കോസ് എന്ന വൈദ്യനായ ദൈവഭക്തന് ദൈവം കൊടുത്തു. 84-ാമത്തെ വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയിൽ ചേർക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ജാതിയിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവഭക്തനാണ് ലൂക്കോസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്ന എന്തുവാണ് നീ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിനകത്ത് നഷ്ടപ്പെട്ടതിനെ സർവശക്തനായ ദൈവം മടക്കിത്തരും. ഇവിടെ ഇതാ ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു പുത്രൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റൊരു പുത്രൻ അവൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അതായത് വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങി അവൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ഇഷ്ടങ്ങളിലും ആഗ്രഹങ്ങളിലും ഇറങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിനകത്തുള്ളവർ രക്ഷയുടെ ഭാഗത്തേക്ക് വരാതെ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ല. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഉറപ്പായിട്ടും കാത്തിരിക്കുന്ന ഒരു അപ്പനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. അതിനർത്ഥം എന്നെയും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിനകത്ത് മാനസാന്തരപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതി. ഒരു ദിവസം അവർ മടങ്ങി വരും. ഈ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ പുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടും തനിക്ക് അവസാനം സന്തോഷങ്ങളൊന്നും ലഭിക്കുവാൻ കഴിഞ്ഞില്ല. താൻ പ്രതീക്ഷിച്ചതെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി. അവിടെ വെച്ച് അവന് പാപബോധമുണ്ടായിട്ട് അവൻ പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തിരിക്കുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരും. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവോ, ഒരിക്കലും നിർത്തരുത്. നിങ്ങൾ മടുത്തു പോകരുത്. ഒരു ദിവസം അവർ മടങ്ങി വരും. മാനസാന്തരപ്പെട്ട് നിന്റെ വീട്ടിനകത്തുള്ളവരുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോയോ, നീ പ്രാർത്ഥിക്കുക, അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വരും. ആമേൻ. വീട്ടിലുള്ളവർ മാനസാന്തരപ്പെടുമ്പോൾ ഭവനത്തിനകത്ത് നഷ്ടപ്പെട്ടത് എന്തുവാണ്? അത് സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് മടക്കിത്തരും. അപ്പോൾ വീട്ടിലുള്ളതിനെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ വീട്ടിലുള്ളത് നഷ്ടപ്പെട്ടു പോയതിനെ സർവശക്തനായ ദൈവം മടക്കിത്തരുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിന്റെ വീട്ടിനകത്തുള്ള വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയി, അതായത് ആത്മീയ മേഖലകൾ അവർ നഷ്ടപ്പെട്ടു പോയി, ലോകത്തിലേക്ക് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട. നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? നീ മാനസാന്തരപ്പെട്ട വ്യക്തിയാണോ? നീ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണോ? നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നീ പ്രാർത്ഥിക്കും. നിന്റെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നത് തലമുറയാണോ, കുടുംബനാഥനാണോ, മറ്റു പ്രിയപ്പെട്ടവരാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ ആകർഷിച്ച് ഒരു ദിവസം അവരെ മടക്കിക്കൊണ്ടുവരും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുക. വീട്ടിൽ നഷ്ടപ്പെട്ടതിനെ സർവശക്തനായ ദൈവം മടക്കിക്കൊണ്ടുവരും. സ്തോത്രം. ഈ മകൻ വീട് വിട്ട് ദേശത്തിലേക്ക് ഇറങ്ങിപ്പോയി, ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ ഈ മകനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഒരപ്പൻ ഒരു ദിവസം അവന് മടങ്ങി വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു ദിവസം അവന് പാപബോധമുണ്ടായി മടങ്ങി വരുവാനിട. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ വീട്ടിനകത്തുള്ള പ്രിയപ്പെട്ടവരുടെ മാനസാന്തരം കാണാത്തത് കൊണ്ട് നീ നിരാശപ്പെടേണ്ട. നീ പ്രാർത്ഥിക്കും. അവർ നഷ്ടപ്പെട്ടു പോകത്തില്ല.
ഒരു ദിവസം അവർ മടങ്ങി വരും. 2 ആമേൻ ഞാൻ ഹാലലെ ഉണർത്തിയല്ലോ. 3 മേഖലയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതിനെ സർവശക്തനായ ദൈവം നിനക്ക് മടക്കിത്തരും. തിരുവചനത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-7 വാക്യങ്ങൾ ഇങ്ങനെയാണ്. അതിനർത്ഥം നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ നിന്റെ കയ്യിലുള്ള സമ്പത്തിനെ പിശാച് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അതിനെ സർവശക്തനായ ദൈവം നിനക്ക് മടക്കിത്തരും. എന്തുവാണ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്? സമ്പത്താണോ? നിനക്ക് വിലപ്പെട്ടതാണോ? എന്തുവാണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്? അത് സർവശക്തനായ ദൈവം എന്തുവാണ് അതിനെ മടക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിനക്ക് നൽകിയ ചില കൃപാവരങ്ങളാണോ? മുൻപേ പ്രാർത്ഥിക്കാം നിനക്ക്. ഹല്ലേലൂയ. ആത്മീയ പ്രാർത്ഥനകളിലും ഒക്കെ ആത്മീയ കാര്യങ്ങളിലും അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ചില കൃപാവരങ്ങൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ നിന്നത് നഷ്ടപ്പെട്ടു പോയോ, വഴുതിപ്പോയോ, നീ അറിയാതെ വഴുതിപ്പോയോ, നീ ഭാരപ്പെടേണ്ട. സ്തോത്രം. നീ പ്രാർത്ഥിച്ചാൽ മതി. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, നീ അനുഭവിക്കേണ്ട നന്മ നിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയോ, നീ ഭാരപ്പെടേണ്ട. ആ വഴുതിപ്പോയത് എന്താണെന്നും നഷ്ടപ്പെട്ട് കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് എന്താണെന്ന് നീ തിരിച്ചറിഞ്ഞ് നീ അത് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിനക്കത് മടക്കിത്തരും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 5-7 വാക്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ നിലവിളിച്ചു. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. ആ ഇരുമ്പ്, അതായത് സ്തോത്രം ആമേൻ, ആ വചനം എങ്ങനെയാണ്? ആ ഇരുമ്പ് പൊങ്ങി വന്നു, അത് എടുത്തുകൊള്ളുക എന്നവൻ സ്തോത്രം പറയുകയും അവൻ കൈനീട്ടി എടുക്കുകയും ചെയ്തു. അതായത് ഇത് പൊങ്ങി വരത്തക്കവണ്ണം സ്തോത്രം ഈ ദൈവപുരുഷൻ എന്തുവാണ് ചെയ്തത്? ഒരു വടി സ്തോത്രം ഈ കരത്തിൽ നിന്ന് കോടാലി നഷ്ടപ്പെട്ടു വഴുതി വെള്ളത്തിൽ വീണപ്പോൾ എലീശാ പ്രവാചകന്റെ ശിഷ്യൻ നിലവിളിച്ചു, യജമാനൻ അത് വായ്പ വാങ്ങിയതാണ്, അതെനിക്ക് മടക്കി കൊടുക്കണം. എലീശാ പ്രവാചകൻ ചോദിച്ചു, ആ കോടാലി വീണത് നീ കണ്ടു? എവിടെയാണ് വീണത്? അതെ. അവൻ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിന്റെ കൊമ്പ് വെട്ടി സ്തോത്രം ഹല്ലേലൂയ പ്രവാചകൻ ആ സ്ഥലത്തേക്ക് എറിയുമ്പോൾ ഇരുമ്പ് കോടാലി വെള്ളത്തിനകത്ത് അടിയിൽ പോയതായ ഇരുമ്പ് കോടാലി പൊങ്ങി വരാനിടയായി. നിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നിനക്ക് നഷ്ടപ്പെട്ടത്, നിന്റെ കരങ്ങളിൽ നിന്ന് നീ അനുഭവിക്കേണ്ട ചില നന്മകൾ പിശാച് തട്ടിപ്പറിച്ചു കൊണ്ടുപോയോ? ഗിദെയോൻ അതാണ് പറഞ്ഞത്, ഇനി ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഞാൻ അനുഭവിക്കേണ്ട നന്മ ഇനി മിദ്യാന് ഞാൻ വിട്ടുകൊടുക്കില്ല. ആമേൻ. ഹല്ലേലൂയ. ആ സമയത്തൊരു ദൂതൻ ഇറങ്ങിയിട്ട് ദൂതനോട് പറഞ്ഞു, അല്ലയോ പരാക്രമശാലി, എന്തുവാണ് ഗിദെയോൻ തീരുമാനമെടുത്തു. കഴിഞ്ഞ നാളുകളിൽ ഞാൻ അധ്വാനിച്ചതെല്ലാം ശത്രുവായൻ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഇനി ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കില്ല, ഞാനത് പിടിച്ചെടുക്കും. സ്തോത്രം. അതെ, നിന്റെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്താണ് നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്? വർഷങ്ങളായ വിഷയമായിരിക്കാം. വർഷങ്ങൾക്ക് മുമ്പേ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമ്പത്തായിരിക്കാം, ജോലിയായിരിക്കാം, നീ ആഗ്രഹിച്ചുണ്ടാക്കിയ ചില നന്മകളായിരിക്കാം. പക്ഷെ സർവശക്തനായ ദൈവം നീ വിശ്വസ്തയോടെ നീതിയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഉയരത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ വിശ്വസിക്കുക. നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതിനെ സ്വർഗത്തിലെ ദൈവം മടക്കി തരും. നിന്റെ വീട്ടിൽ നിന്ന് ആരാണോ മാനസാന്തരപ്പെടാനുള്ളത്, ഒരു ദിവസം ആ വ്യക്തിക്ക് പരിശുദ്ധാത്മ പാപബോധം കൊടുത്ത് വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട് ലോകത്തിൽ ഇറങ്ങിപ്പോയ വ്യക്തിയെ സ്വർഗീയ ഭവനത്തിലേക്ക് സ്വർഗത്തിൽ അപ്പൻ മടക്കി കൊണ്ടുവരും. 2, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് ഒരുപക്ഷെ കാലവർഷങ്ങൾ കഴിഞ്ഞതായിരിക്കാം. നീ ഭാരപ്പെടേണ്ട. നീ
വിശ്വസിക്കുക, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. നഷ്ടപ്പെട്ടു പോയ നന്മകൾ, നഷ്ടപ്പെട്ടു പോയ ജോലികൾ, നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ നിനക്കെന്തുവാണ് ഹല്ലേലൂയ നീ ആഗ്രഹിക്കുന്നുവോ, സർവശക്തനായ ദൈവം അത് മടക്കിത്തരും. ഒറ്റ കാര്യം, ദൈവസന്നി കാത്തിരുന്ന് ആമേൻ നിരാശപ്പെടാതെ ഒരു നീതിമാൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുക, സർവശക്തനായ ദൈവം മടക്കിത്തരും. മൂന്നാമതായിട്ട്, വഴിയിൽ നഷ്ടപ്പെട്ടു പോയതിനെ സർവശക്തനായ ദൈവം മടക്കിത്തരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 27-28 വാക്യങ്ങൾ ഇങ്ങനെയാണ്. ആമേ സ്തോത്രം. യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടു പോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോടെ ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. അതിനർത്ഥം വഴിയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരനെ സർവശക്തനായ ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മടക്കി കൊടുത്തു. സ്തോത്രം. ഈ അപ്പന്, ഈ മകന് വഴിയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, തൻ്റെ മൂത്ത സഹോദരങ്ങൾ ആടുമേയ്ക്കുവാൻ തക്കവണ്ണം ദോദാനിൽ പോയപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ഇളയ പുത്രനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ജോസഫ് എന്ന അനുഗ്രഹിക്കപ്പെട്ട ഇളയ പുത്രൻ. സ്തോത്രം. മൂത്ത സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം വനാന്തരങ്ങൾ പോകുമ്പോൾ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ജോസഫ് എന്ന ഇളയ പുത്രനെ അയച്ചു. ദോദാനിൽ ആടുകളെ മേയ്ക്കുന്നു. ആ സ്ഥലത്തേക്ക് അപ്പൻ യാക്കോബ് ഹല്ലേലൂയ തൻ്റെ ഇളയ പുത്രൻ പറഞ്ഞു വിടുകയാണ്. പക്ഷേ ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ വാക്തത്വമുള്ള ജോസഫിന് ദൈവ സ്വപ്നങ്ങളിലൂടെ തൻ്റെ വാക്തത്വങ്ങളെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാക്തത്വം അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്ക് അസൂയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ അസൂയ തോന്നി. ഇവനെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുകയും, പക്ഷേ രൂപേൻ എന്ന സഹോദരൻ പറഞ്ഞു, രക്തബന്ധമല്ലേ, കൊന്നുകളയേണ്ട, പൊട്ടക്കിണറ്റിലിടാം. സ്തോത്രം. എന്നിട്ട് അതിനുശേഷം അവരെന്ത് ചെയ്തു? ആമേൻ കച്ചവടക്കാർക്ക് ആമേൻ കാലം വിൽക്കുവാനിടയായി. സ്തോത്രം. ആമേൻ സ്തോത്രം. രൂപേൻ എന്ന സഹോദരൻ വന്ന് നോക്കുമ്പോൾ ആമേൻ കാലം തിരിച്ച് ഇവരും ആമേൻ കൊന്നുകളയാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ആമേൻ അവർ വിറ്റുകളയുവാനിടയായി. മിസ്രൈമ്യർക്ക് ആമേൻ കാലിലെ കാശിന് വിൽക്കുവാനിടയായി. അതിനർത്ഥം ഈ സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കുവാൻ തക്കവണ്ണം ആയിരുന്ന ഇടത്ത് അപ്പൻ അവരെ ക്ഷേമം അന്വേഷിക്കുവാൻ, അവരേതു വഴിയിലാണ് ആയിരിക്കും, നീ ആ വഴിയിൽ ചെന്ന് നീയും ചെന്ന് അവരെ ക്ഷേമം അന്വേഷിച്ച് കടന്നു വരുവാൻ. പക്ഷേ ആമേൻ അപ്പൻ പറഞ്ഞു വിട്ട ഇളയ പുത്രൻ വഴിയിൽ നഷ്ടപ്പെട്ടു പോയി. വഴിയിൽ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. നിന്റെ ജീവിതത്തിൽ തിരുവചനത്തെ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ ദൈവശബ്ദം കേട്ട് വാഗ്ദത്ത കനാനിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. മിസ്രൈമിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനത്തെ വിടുവിച്ച് അവിടെ നിന്ന് മോശയിലൂടെ പുറപ്പെട്ടു വന്ന ജനം വഴിയിൽ പലരും നഷ്ടപ്പെട്ടു പോയി. കാരണമെന്ത്? പലരും പിറുപിറുത്തു. കർത്താവെന്ന നന്മകൾ അനുഭവിച്ചിട്ടും ചെറിയ ചെറിയ വിഷയങ്ങൾ വന്നപ്പോൾ പിറുപിറുത്തു, പാപം ചെയ്തു, ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. അല്പസമയം മോശ കൂടെ ഇല്ലാതിരുന്നപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കുവാൻ തുടങ്ങി. വഴിയിൽ നഷ്ടപ്പെട്ടു പലരും. വാഗ്ദത്ത ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ വഴിയിൽ നഷ്ടപ്പെട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണോ? വാഗ്ദത്തമുണ്ട്, വാഗ്ദത്ത ശബ്ദം കേട്ടു, പക്ഷേ ആ വാഗ്ദത്ത പ്രകാരം ഇറങ്ങിത്തിരിച്ചു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയുണ്ടായിരുന്നു, ഇറങ്ങിത്തിരിച്ചു. പക്ഷേ ഇപ്പോൾ എവിടെയാ? ആ സുവിശേഷ വേലയുടെ വിളി അനുസരിച്ചുള്ള ലക്ഷ്യത്തിലാണോ നീ ഓടിക്കൊണ്ടിരിക്കുന്നത്? അതോ വഴിയിൽ കണ്ട പലതും നിന്റെ ജീവിതത്തിൽ കൺമോഹങ്ങളിൽ വഴിയിൽ നീ അകപ്പെട്ടു പോയോ? വഴിയിൽ നീ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയെപ്പോലെ നിൽക്കുകയാണോ? പരിശുദ്ധാത്മ പറയുന്നു, മടങ്ങുക, നിന്നെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. സ്തോത്രം. ഇവിടെ ജോസഫ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവൻ മരിച്ചുപോയി ഭൂമിയിൽ നിന്ന്. സഹോദരങ്ങൾ വന്ന് പറയുകയാണ്. പക്ഷേ ഈ അപ്പൻ ദുഃഖത്തോടെ അവനെ കാണുന്നത് വരെ, മരിച്ചു എന്ന് പറഞ്ഞിട്ടും അപ്പന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അവനങ്ങ് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചും കരഞ്ഞും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ അപ്പൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു പ്രത്യാശയുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞിട്ടും അപ്പൻ ദുഃഖിച്ചും വർഷങ്ങളാണ്. സ്തോത്രം. പക്ഷേ ഒരു ദിവസം
ഈ മകൻ മരിച്ചു എന്ന് പറഞ്ഞ വഴിയിൽ സഹോദരങ്ങളെ നോക്കുവാൻ അയച്ചതായ മകൻ വഴിയിൽ വെച്ച് മൃഗം കടിച്ചു കീറി കൊന്നു വഴിയിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, വഴിയിൽ അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മകൻ മിസ്രൈമിൽ ജീവിച്ചിരിക്കുന്നു എന്ന് യാക്കോബ് കേട്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം മടങ്ങി വന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ വഴിയിൽ നഷ്ടപ്പെട്ടു പോയതെന്തുവാ? പലരും ക്രിസ്തീയ മേഖലയിൽ ദൈവീക വേലകൾക്ക് വേണ്ടി തീരുമാനമെടുത്തിറങ്ങിയതാ. ബാധ്യതകളും കടങ്ങളും വിഷയങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ ഇപ്പോൾ അവർ വഴി നഷ്ടപ്പെട്ടു പോയതുപോലെ ആത്മീയ മേഖലകളിന്മേൽ ആത്മീയത നഷ്ടപ്പെട്ട്, ആമേൻ, ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട്, ആത്മീയ മണ്ഡലം നഷ്ടപ്പെട്ട് മരിച്ചതിന് തുല്യമായി ഇന്ന് വഴിയിലെവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. സ്തോത്രം. എന്നാൽ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഹല്ലേലൂയ. അത് സ്വർഗത്തിലെ ഉടയവനായ അപ്പനാണ്. സ്തോത്രം. നീ മടങ്ങി വരുന്ന ദിവസം സ്വർഗത്തിൽ അപ്പൻ സന്തോഷിക്കും, സ്വർഗം സന്തോഷിക്കും. ഇവിടെ ഹല്ലേലൂയ ജോസഫ് ജീവിച്ചിരിക്കുന്നു കേട്ടപ്പോൾ യാക്കോബിന് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം മടങ്ങി വന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരും, നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരും, വഴിയിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരും. സ്തോത്രം. ഈ 3 മേഖലകളിൽ എവിടെയെങ്കിലും നഷ്ടങ്ങളോ എവിടെയെങ്കിലും തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ മടങ്ങി വാ. പരിശുദ്ധാത്മാവിനോട് പറ, കർത്താവേ, ജീവിതത്തിൽ കുറവ് വന്നുപോയി, ക്ഷമിക്കണം. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിത്തരുന്ന ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരട്ടെ. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇവരെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയത് മടക്കി കിട്ടട്ടെ, ഇവരെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയത് മടക്കി കിട്ടട്ടെ, ഇവരുടെ ജീവിതത്തിൽ വഴിയിൽ നഷ്ടപ്പെട്ടു പോയത് മടക്കി കിട്ടട്ടെ. പരിശുദ്ധാത്മാവേ, ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപ പകരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.